സംഘർഷം മൂർച്ഛിച്ചതോടുകൂടി തന്നെ ഏറ്റവും കൂടുതൽ ആശങ്കയിലായിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അവിടെ സ്വപ്നങ്ങളുമായി പറന്നെത്തിയ പ്രവാസികൾക്ക് മേലാണ് ആശങ്ക കൂടുതലായിരിക്കുന്നത്. യുദ്ധം മൂലം വലിയ തൊഴിൽ പ്രതിസന്ധി രൂക്ഷമായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവപ്പെടുന്നത് ദുബായിലാണ്. അവിടെ കഴിയുന്ന പ്രവാസി തൊഴിലാളികൾക്കാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്നതും മലയാളികളാണ് എന്നതാണ് മറ്റൊരു സത്യം. തൊഴിലവസരങ്ങൾ കുത്തനെ തന്നെ ഇടിഞ്ഞതും ആയിരക്കണക്കിന് പ്രവാസികൾ ആശങ്കയിലായതും ഇപ്പോൾ വലിയ വാർത്തയാവുകയാണ്. പുതിയ തൊഴിലവസരങ്ങൾ ഗണ്യമായി കുറഞ്ഞതോടുകൂടി തന്നെ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളാകട്ടെ അവിടെ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികൾ വലിയ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. നിരവധി കമ്പനികൾ പുതിയ നിയമനങ്ങൾ അവിടെ മരവിപ്പിക്കുകയും നിലവിലുള്ള ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചിലവ് നിയന്ത്രണ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതായി തന്നെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല UAEക്ക് നേരെ ഉണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണ ഭീഷണികളും മേഖലയിൽ തുടരുന്ന സുരക്ഷാ അനിശ്ചിതത്വവും വിനോദസഞ്ചാരം, വ്യോമയാനം, അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന പ്രധാന മേഖലകളെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ പുതിയ ജോലി തേടുന്നവർക്കും ജോലി മാറാൻ ശ്രമിക്കുന്നവർക്കും അവസരങ്ങൾ ഗണ്യമായി തന്നെ കുറഞ്ഞതായി തന്നെ വിലയിരുത്തപ്പെടുകയാണ്. അതുമാത്രമല്ല, മാൻ പവർ ഗ്രൂപ്പ് നടത്തിയ സർവേ പ്രകാരം UAEയിലെ 4-ൽ 1 തൊഴിലാളി ഉടമയാകട്ടെ ഈ വർഷം 3-ാം പാതയിൽ തന്നെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ പദ്ധതി ഇടുമ്പോൾ 3-ൽ-1 കമ്പനികൾക്ക് പുതിയ നിയമനങ്ങളെക്കുറിച്ച് യാതൊരുവിധ പദ്ധതിയുമില്ല. ഗൾഫിലെ സുരക്ഷാ സാഹചര്യം വഷളാകുന്ന സാഹചര്യത്തിൽ തൊഴിൽ വിപണിയിലെ ഈ അനിശ്ചിതത്വം അത് അടുത്ത മാസങ്ങളിലും തുടരാനാണ് സാധ്യത എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായിൽ നിന്ന് നിരവധി വിദേശ കുടുംബാംഗങ്ങളാകട്ടെ ജന്മനാടുകളിലേക്ക് മടങ്ങിയത് ഗാർഹിക തൊഴിലാളികളെയും അവിടെ ഡ്രൈവർമാരെയും ബാധിച്ചിട്ടുണ്ട്. നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ പ്രതിസന്ധി നേരിടുന്നതോടുകൂടി തന്നെ മലയാളികൾ അടക്കമുള്ള IT, അക്കൗണ്ടിംഗ് മേഖലകളിൽ ഉദ്യോഗസ്ഥരെയും ഇത് സാരമായി തന്നെ ബാധിച്ചു. ജോലിയിൽ തുടരുന്നവർക്ക് ടൂറിസ്റ്റുകളുടെ കുറവ് മൂലം അവിടെ കമ്മീഷൻ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ വരുമാനം ലഭിക്കുന്നത്. പലർക്കും നിശ്ചിത ശമ്പളം കമ്പനികൾ നിഷേധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതുമാത്രമല്ല, ശമ്പളം ഇല്ലാതാവുകയോ ശമ്പളം കുറയ്ക്കുകയോ ചെയ്തതോടുകൂടി തന്നെ നാട്ടിലേക്ക് പണം അയക്കാൻ പല പ്രവാസികൾക്കും കഴിയുന്നില്ല. ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിരവധി കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും കുട്ടികളുടെ പഠനത്തെയും ബാധിച്ചു തുടങ്ങിയതായാണ് സൂചന. വായ്പകളും ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളും അടച്ചു തീർക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന സാഹചര്യവും പ്രവാസികളെ വലച്ചേക്കാം. അതേസമയം തൊഴിൽ മേഖലയിലെ ഈ മന്ദഗതി താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ് എന്നും UAE ഈ പ്രതിസന്ധിയെ മറികടക്കുമെന്നും സാമ്പത്തിക ടൂറിസം മന്ത്രി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ദ ന്യൂയോർക്ക് ടൈംസ് എന്ന ഒരു റിപ്പോർട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. ബിസിനസ്സുകളെ സഹായിക്കാൻ $680 മില്യൺ പാക്കേജ് UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സംഘർഷം മൂലം നിലനിൽക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വം തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവാസികളെ ഇത് ബാധിച്ചേക്കാമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.